ഒരു ബ്രാൻഡ് ഒരു ഔട്ട് ഓഫ് ഹോം മീഡിയ സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? അവരുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് ആരാണെന്ന് നോക്കുക, അവരുടെ ടാർഗറ്റഡ് ഓഡിയൻസ് ആരാണെന്ന് നോക്കിയിട്ട് അതാണ് ഐഡിയലി പ്ലേസ് ചെയ്യേണ്ടത്. കാരണം ഇപ്പോൾ നിങ്ങളൊരു ഹൈ വാല്യൂ ബ്രാൻഡ്, ആ ഹൈ വാല്യൂ ബ്രാൻഡ് നിങ്ങൾ കൊണ്ടുപോയിട്ട് പ്ലേസ് ചെയ്യുന്നത് ഒരു നഗരത്തിൽ, അത് അതിന് പറ്റിയ ക്ലയൻസിന് പറ്റിയ സ്ഥലത്ത് കൊണ്ട് അത് പ്ലേസ് ചെയ്യാവും. അത് ശരിക്കും നമ്മൾ പോയിട്ട് അങ്ങനെയുള്ള ആൾക്കാർ വിസിറ്റ് ചെയ്യാത്തോ അങ്ങനെയുള്ള ആൾക്കാർ താമസിക്കാത്തോ യാത്ര ചെയ്യാത്തതോ ഒരു ഏരിയയിൽ കൊണ്ടുപോയിട്ട് ആ മീഡിയംസ് പ്ലേസ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ അതാ കൃത്യമായിട്ട് അങ്ങനെയുള്ള ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്തിട്ട് തന്നെ പ്ലേസ് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. അപ്പോൾ കസ്റ്റമേഴ്സ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ആ ഒരു കാര്യമാണ് വിസിബിലിറ്റി കോഷ്യൻ്റ് ഓഫ് ദി ബോട്ട്സ് ആൻഡ് ദി ടാർഗറ്റഡ് ഓഡിയൻസ്. അതാണ് ഇതിനകത്ത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. ഒരു ജംഗ്ഷനിൽ നിൽക്കുന്ന ഒരു ബോർഡ്, ആ ബിൽഡിങ്ങിൽ നിൽക്കുന്ന ഒരു ബോർഡും അതിൻ്റെ സൈഡിൽ നിൽക്കുന്ന ഒരു ബോർഡുമായിട്ട് ചിലപ്പം അതിൻ്റെ ഒരു വാല്യൂ വെച്ച് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ 5-1 6 കാണത്തുള്ളൂ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ നേരെ കാണുമ്പോൾ അതിൻ്റെ വിസിബിലിറ്റി കോഷ്യൻ്റ് വെച്ചിട്ട് ചിലപ്പോൾ അതൊരു ദിവസം ഒരു 50,000 പേര് കാണുന്നുണ്ടെങ്കിൽ ആ ബിൽഡിങ്ങിൻ്റെ സൈഡിലിരിക്കുന്ന ബോർഡ് ചിലപ്പോൾ ഒരു ദിവസം ചിലപ്പോൾ 10,000 പേര് കാണുള്ളൂ. അപ്പോൾ ഡിപ്പെൻഡ്സ് ഓൺ ദി വിസിബിലിറ്റി കോഷ്യൻസ്, എത്ര പേര് ഇത് കാണുന്നു, അതാണ് അതിൻ്റെ വാല്യൂ നിർണ്ണയിക്കുന്നത്.